തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തടവ് ശിക്ഷ. തെളിവ് നശിപ്പിക്കലിന് 3 വർഷവും വ്യാജരേഖ ചമയ്ക്കലിന് 2 വർഷവും ശിക്ഷ. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവ്. വിധി പറഞ്ഞത് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി. അപ്പീലിനായി 1 മാസത്തെ ജാമ്യം അനുവദിച്ചു. MLA സ്ഥാനത്തിന് അയോഗ്യത. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. ആന്റണി രാജുവിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നിരപരാധിയെന്ന് ആന്റണി രാജു. വെനസ്വേലയിൽ അമേരിക്കൻ അധിനിവേശം. ലഹരി സംഘങ്ങളെ സഹായിച്ചെന്ന ആരോപണത്തിൽ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം. പ്രസിഡന്റ് മദുറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയെന്ന് ട്രംപ്. മദുറോ നടത്തിയ കുറ്റകൃത്യങ്ങൾക്ക് വിചാരണ നേരിടണമെന്ന ആവശ്യം. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ കീഴടങ്ങില്ലെന്ന് വെനസ്വേല. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് ഇറ്റലി ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ അടൂർ പ്രകാശ്. പോറ്റിയും ബ്രിട്ടാസും തമ്മിൽ ബന്ധമുണ്ടെന്ന് UDF കൺവീനർ. ഫോൺ കോൾ SIT പരിശോധിക്കണമെന്നും ആവശ്യം. പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് പ്രസാദം നൽകാനെന്നും വിശദീകരണം. പോറ്റിയെ അറിയില്ലെന്ന് ജോൺ ബ്രിട്ടാസ്. അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മറുപടി. മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർണായക കണ്ടെത്തലുകൾ ഇല്ലാതെ SIT അന്വേഷണം. നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്തയാഴ്ച കേരളത്തിലെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള BJP മുഖ്യ പ്രചാരണ ആയുധമാക്കും. മകരസംക്രമ ദിനത്തിൽ സംസ്ഥാന വ്യാപകമായി ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കാനും തീരുമാനം. പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുന്ന തീയതി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. BJP കൗൺസിലർമാരെയും നേതാക്കളെയും പ്രധാനമന്ത്രി കാണും. കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് കോൺഗ്രസ്. ഫെബ്രുവരി 1 രാജ്യവ്യാപക പ്രതിഷേധം. 4 മേഖലാ റാലികൾ സംഘടിപ്പിക്കാനും AICC തീരുമാനം. ജില്ലാ പഞ്ചായത്ത് തലത്തിലും പ്രതിഷേധത്തിന് ആഹ്വാനം. സമരം 45 ദിവസം നീണ്ടു നിൽക്കും. സാധാരണ ജനങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കാനുള്ള കേന്ദ്ര ശ്രമമെന്ന് KC വേണുഗോപാൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകി കോൺഗ്രസ്. കേട്ടറ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ച സംസ്ഥാന സർക്കാർ. തീരുമാനം അധ്യാപക സംഘടനകളുടെ എതിർപ്പ് ശക്തമായതോടെ സുപ്രീം കോടതി ഉത്തരവിനെതിരെ ഉടൻ റിവ്യൂ ഹർജി നൽകുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി.